അസ്സലാമു അലൈക്കും. മമ്പുറത്ത് തങ്ങളുപ്പാപ്പാടെ ആണ്ടിൻ്റെ മാസമാണ് എന്ന് ഈ മാസം അതിൻ്റെ നേർച്ചയോടനുബന്ധിച്ചുള്ള ഒരു മൗലൂദ് ഈ ഹുബ്ബുൽ ഔലിയ എന്ന ചാനലിലൂടെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി മമ്പുറത്ത് തങ്ങളുപ്പാപ്പാൻ്റെ മദ്ഹോടുകൂടി ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവരും ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഒരു മാരകമായ ഒരു രോഗം പടർന്നു പിടിച്ചിട്ടുണ്ട്, നിപ്പ. അതിൽ നിന്ന് മമ്പുറത്ത് തങ്ങളുപ്പാപ്പാടെ കാവൽ കിട്ടണം. അത് എവിടുന്ന് തുടങ്ങിയോ അവിടത്തെ അവസാനിപ്പിക്കണം. അതും കൂടി നമുക്ക് ഈ ദുആയിൽ ഈ ദുആയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാവരും ഈ പരിപാടിയിൽ സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തുടങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുദ് ബിഅയ്ദീനാ ഖല്ലത ഹീന തുനാദിരികനാ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, പവിത്രമാകുന്ന മുഹറം മാസം ഖുതുബുസ്സമാൻ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ട മഹാനായ മമ്പുറത്ത് തങ്ങളുപ്പാപ്പയുടെ ആണ്ടുകൊണ്ട് അനുഗ്രഹീതമായ പവിത്രമായ മാസമാണല്ലോ. മമ്പുറം തങ്ങളുപ്പാപ്പയെ കുറിച്ച് കേൾക്കാത്തവരും ആ ഹദ്റത്തിൽ ചെല്ലാത്തവരുമായി ആരും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രമാത്രം പവിത്രതയും പരിശുദ്ധിയുമായ ഒരിടമാണ് മഹത്തരമാകുന്ന മമ്പുറം മപ്പാവ്. ആ മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്‌ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. പവിത്രമാകുന്ന ഹുബ്ബുൽ ഔലിയ എന്ന ഈ ചാനലിലൂടെ എല്ലാവിധ അംബിയ ഔലിയാക്കളുടെയും മദ്ഹുകളും മൗലിദുകളും മനാഖിബുകളും നിത്യജീവിതത്തിൽ നാം ചെയ്തു വരേണ്ട അധികാറുകളൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നാം ശ്രമിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥതയോടെ അതിൽ പങ്കെടുക്കുകയും അത് ചൊല്ലുകയും അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക്, നമ്മുടെ ഉറ്റവരും ഉടയവരുമായ ആളുകളിലേക്ക് ഈ മജ്‌ലിസിനെ എത്തിക്കണമെന്നും ആദ്യമേ നിങ്ങളോട് താഴ്മയോട് അപേക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് പവിത്രമായൊരു മജ്‌ലിസാണ്. മമ്പുറത്ത് തങ്ങളുപ്പാപ്പാന്റെ പേരിൽ നടത്തപ്പെടുന്ന ഒരു മൗലിദിന്റെ സദസ്സാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ നമ്മുടെ എല്ലാ മുറാദും ഉള്ളിൽ വെച്ചുകൊണ്ട്, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട്, ഏത് രോഗമാണെങ്കിലും ഏത് പ്രയാസമാണെങ്കിലും അതൊക്കെ ഇൻഷാ അല്ലാഹ് തങ്ങളുപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് സലാമത്ത് നൽകും, അല്ലാഹ് ശിഫ നൽകും, അല്ലാഹ് നിറവേറ്റി തരുമെന്ന നല്ല നെയ്യത്തോടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. إلى حضرة روح نبينا وحبيبنا ومنزلنا وهادينا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ثم إلى حضرة قطب الزمان السيد علي المنفرمي قدس الله سره اللذيذ ونفعنا به في الدارين.
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين، ثم إلى حضرات من ماتوا منا من آبائنا وأمهاتنا وأقاربنا الموتى كلهم أجمعين، ونفعنا الله بهم في الدارين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أستغفر الله من وزري ومن زللي ومن عيوبي ومن ذنبي ومن خجلي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أستغفر الله فيما قلت سافها، أستغفر الله من علمي ومن عملي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أستغفر الله مما قد كسبت به من الذنوب ومن عجزي ومن كسلي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أستغفر الله مما قد أعطيت به مرائيا وفتورا كان في عجلي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. بحب سيدنا محمد نور ببدر الهدى متمم. اللهم صل على محمد يا رب صل عليه وسلم. قلبي يهن إلى محمد ما زال في مله متيم. اللهم
صل على محمد يا ربي صل عليه وسلم الحبيب سوى محمد خير رسل النبي المكرم اللهم صل على محمد يا ربي صل عليه وسلم شوق المحب إلى محمد أضناه ثم به تألم اللهم صل على محمد يا ربي صل عليه وسلم في الهسير شافينا محمد منجي الخلائق من جهنم اللهم صل على محمد يا ربي صل عليه وسلم ميلاد سيدنا محمد أم القرى بلد معظم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله على محمد صلى الله عليه وسلم മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പി നരകാണോ صلى الله على محمد صلى الله عليه وسلم കാരുടെ കടലോരെ മുത്തനബി ഷഫീഉൽ ഉമ്മ صلى الله على محمد صلى الله عليه وسلم നബി മുഹമ്മദ് നബിയെ നബിമാരിലുള്ള തണിയെ صلى الله على محمد صلى الله عليه وسلم ആദി ഔവൽ മൈദരായി പാടച്ചുവെച്ച മുഹമ്മദാ ബദറിലും ബദറിലെങ്കിടുന്നോരെ കാണുവാൻ വിധി ഏകല്ലാ الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സുരമേ ഇശ്ഖറിയാതെ ചൊല്ലിടും ദേവൻ സ്നേഹഗീതവും കേൾക്കണേ الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله പാപമാലെ കറുത്തുപോയൊരു
അൽപം കൊണ്ടിവർ വന്നിതാ പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണ സയ്യിദി الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ പേരിൽ നാം ഓതിയ ഈ സ്വലാത്തുകളും മദ്ഹുകളും റബ്ബേ നീ സ്വീകരിക്കണേ. ആമീൻ. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ മുത്തുനബി ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാൻ റബ്ബേ ആ പച്ചക്കുപ്പയുടെ ചാരത്ത് ചെന്ന് റബ്ബേ നിന്റെ ഹബീബിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ പവിത്രമാകുന്ന റൗളാ ശരീഫിൽ ഇരുന്നു കൊണ്ട് റബ്ബേ നിന്നോട് ദുആ ചെയ്യാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. അല്ലാഹുവേ, ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ. റബ്ബേ, ഈ മജ്ലിസിനെ നീ ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മള് മമ്പുറത്തപ്പാപ്പാന്റെ ആട്ടിന്റെ മൗലിദ് ഊതുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയതൊക്കെ അതിന് കാരണമുണ്ട്. നമ്മൾ മമ്പുറത്തപ്പാപ്പേ 17ാമത്തെ വയസ്സിൽ മമ്പുറത്ത് വന്ന ആളാണ്. വലിയ മഹാനാണ്. അള്ളാഹിന്റെ ഔലിയാക്കൾ പല വിഭാഗക്കാരുണ്ട്. അതിൽ നുജുബാ ഉണ്ട്, ബുദനാ ഉണ്ട്, ഔതാദ് ഉണ്ട്, ഔസ് ഉണ്ട്. ഒരുപാട് മേഖലകളാണ്. പക്ഷേ ഓരോ കാലഘട്ടത്തിലും ഔസ് ഒരുപാടുണ്ടാവാം, ബുദലാവുകൾ ഒരുപാടുണ്ടാവാം, നുജബ ഒരുപാടുണ്ടാകാം. പക്ഷേ ഏതൊരു കാലഘട്ടത്തിലും കുത്തുബ് ഒന്നേ ഉണ്ടാവും. കുത്തുബ് എന്ന് പറഞ്ഞാൽ കുത്തുബ് സമാൻ, കാലത്തിന്റെ അച്ചുതണ്ട്, കാലത്തെ നിയന്ത്രിക്കുന്നത്. അതേ മഹാനാകുന്ന കുത്തുബ് കാലഘട്ടത്തിൽ കുത്തുബുസ്സമാൻ ഒന്നു മാത്രമേ ഉള്ളൂ. അതാണ് മഹാനാകുന്ന മമ്പുറത്ത് തങ്ങൾ ഉപ്പാപ്പ. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ കാരണം എന്താണെന്നറിയോ? മമ്പുറത്ത് തങ്ങൾ ഉപ്പാപ്പ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, എല്ലാ വെള്ളിയാഴ്ചയും സുബ്ഹി നമസ്കാരത്തിന് മദീനത്തുണ്ടാകുന്നുണ്ട്. മമ്പുറത്തങ്ങളുപ്പാപ്പ എല്ലാ വെള്ളിയാഴ്ചയും സുബ്ഹി നമസ്കാരത്തിന് മമ്പുറത്തങ്ങളുപ്പാപ്പ മദീനത്തുണ്ടാവും. അതേ സമയത്ത് തന്നെ തങ്ങളുപ്പാപ്പ മമ്പുറം പള്ളിയിലുണ്ടാവും, തിരുവങ്ങാടിയിലുണ്ടാവും. ഒരേ സമയത്ത് 2 സ്ഥലത്തും ഉണ്ടായിരുന്നു. ഒരിക്കൽ മഹാന്റെ ചരിത്രത്തിൽ പറയുന്നത് കാണാം, ഒരിക്കൽ മമ്പുറത്തെ ഖാദിയായി വന്നൊരു മഹാൻ, വലിയ പണ്ഡിതനാണ്. ആ ഖാദിയാരോട് ചെറിയ കുട്ടിയാകുന്ന 17 വയസ്സ് മാത്രം പ്രായമുള്ള കുത്തുബുസ്സമാനെ കുറിച്ച് ചോദിച്ചപ്പോൾ തങ്ങളുപ്പാപ്പ പറഞ്ഞത്ര അഥവാ ആ ഖാദിയാര് പറഞ്ഞു, ആള് തങ്ങളൊക്കെ തന്നെയാണ്, ആളെല്ലാം ഉഷാർ തന്നെയാണ്. പക്ഷെ ഒരൊറ്റ ജമാഅത്തിനും ഒരൊറ്റ ജുമാക്കും ഈ പള്ളി കാണാറില്ല, ഒരു ജുമാക്കും ഇവിടെ കാണാറില്ല. ആരുടെ? തങ്ങളുപ്പാപ്പാന്. ഖാദിയാര് പരാതി പറഞ്ഞപ്പോൾ നാട്ടുകാര് കുത്തുബുസ്സമാനാകുന്ന മമ്പുറം തങ്ങളുപ്പാപ്പാട് പരാതി പറഞ്ഞു, നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പരാതിന്റെ ഖാദിയാർക്ക്, നിങ്ങൾ ഒരു ജുമാക്കും ഇവിടെ പങ്കെടുക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഇവിടെ പങ്കെടുക്കാം. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച തങ്ങളുപ്പാപ്പ ജുമാക്ക് വേണ്ടി മമ്പുറത്തെ പള്ളിയിലേക്ക് വന്നു. സുബ്ഹാനല്ലാഹ്, ഇമാമ് ഖുതുബെല്ലാം കഴിഞ്ഞു. ആ നാട്ടിലെ ഖാദിയാണ്, വലിയ മഹാനാണ്, വലിയ തലയെടുപ്പുള്ള പണ്ഡിതനാണ്. ആ മഹാനാകുന്ന ഖാദിയാരതാ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയപ്പോൾ പിന്നിൽ നിൽക്കുന്ന 17 വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ന് നാം അനുസ്മരിക്കുന്ന കുതുബുസ്സമാനാകുന്ന മമ്പുറത്ത് തങ്ങളുപ്പാപ്പ കൈകെട്ടി. പക്ഷെ ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ തങ്ങളുപ്പാപ്പ നിസ്കാരത്തിന് കയ്യും കഴിക്കുകയാണ്. എല്ലാവരും ജുമ നിസ്കരിക്കുമ്പോൾ മമ്പുറം തങ്ങളുപ്പാപ്പ കൈയഴിച്ചുകൊണ്ട് പള്ളിയുടെ മറ്റൊരു മൂലയിൽ പോയിക്കൊണ്ട് ദുഹർ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അതിലും വലിയ വിഷയമായി. ആൾക്കാരൊക്കെ 2 ചേരിയായി. മമ്പുറം തങ്ങളുപ്പാപ്പയുടെ ചൂടാൻ തുടങ്ങി, നിങ്ങൾ എന്ത് പണിയെ കാട്ടി ഇതുവരെ വരാത്ത പരാതിയായിരുന്നു. വന്നു നോക്കുമ്പോൾ എന്ത് മോശപ്പെടുത്തില്ല ഒരാളെ, ആളെ കൂടെ തുടർന്നിട്ട് നിസ്കാരം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് നിങ്ങൾ ഒറ്റക്ക് പോയി നിസ്കരിക്കുക. ആകെ വിഷയമായപ്പോൾ തങ്ങളുപ്പാപ്പ ഈ പരാതി പറഞ്ഞവരോട് പറഞ്ഞു, നമ്മുടെ ഖാദിയാർ പശുവിന് പിന്നാലെയാണ്, നമ്മുടെ ഖാദിയാർ പശുവിന് പിന്നാലെയാണ്, അതുകൊണ്ടാ ഞാൻ കൈയച്ചു പോയത്. കേട്ടവർക്കൊന്നും പിടുത്തം കിട്ടിയില്ല. ഈ കേട്ട ആളുകൾ നേരെ പള്ളിയിലേക്ക് നിന്ന് ഖാദിയാരോട് പറഞ്ഞു, ഖാദിയാരെ, ഞങ്ങളെ നമ്മുടെ തങ്ങളെ കണ്ട്, അമ്മ തങ്ങളെ കണ്ട് നിസ്കാരത്തിൽ കൈയച്ചു പോയ വിവരം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഒരു പശുവിന് പിന്നാലെയാണ് എന്നാണ്.
ഇതെന്ന് പറയുന്ന സമയത്ത് ഖാദിയാരതാ തലയിൽ കൈവച്ചുകൊണ്ട് നഊദു ബില്ലാഹ് അവിടുന്ന് പറയുന്നു, അതെ അത് ഖുതുബുൽ സമാൻ തന്നെയാണ്, അത് തന്നെയാണ് മഹാന്. കാരണം എന്തെന്നറിയുമോ? ഈ ഖാദിയാരുടെ ഭാര്യക്ക് രോഗമുണ്ടായിരുന്നു. ആ രോഗത്തിന് വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചത് നല്ല പശുവിന്റെ പാല് കറന്നുകൊണ്ട് അതിലൊരു മരുന്ന് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഖാദിയാരതാ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയപ്പോൾ ചിന്ത വന്നു, റബ്ബേ നല്ലൊരു പശുവിനെ ഇവിടുന്ന് കിട്ടും, നല്ല കറവുള്ള പാലുള്ള പശുവിനെ കിട്ടുമോ, അത് വേഗം കിട്ടണമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്നത്തെ മുഴുവൻ ചിന്ത ഈ ഒരു ചിന്തയായിരുന്നു. അത് മനസ്സിലാക്കാൻ 17 വയസ്സ് പ്രായം മാത്രമുള്ള ഖുതുബുസ്സമാനാകുന്ന മമ്പുറം തങ്ങളുപ്പാപ്പ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയൊക്കെയാണ് അദ്ദേഹം മമ്പുറത്ത് തങ്ങളുപ്പാപ്പ ഖുതുബുസ്സമാനായത്. അല്ലാഹു തആല മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ മൗലിദ് ഓതാണ്. എല്ലാവരും ആത്മാർത്ഥമായി മൗലിദിൽ പങ്കെടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി الذي أبدى في ربيع الأول بدر نبي الرحمة والهدى فولد فيه بمجيء نقد قمر وفرقدا، وهو الذي تمثل به آدم عليه السلام حين هبط في جبل راهون مفردا واستغاث به نوح عليه السلام فنجا من الهلاك والردى وجعل في أهل بيته كسفينة نوح عليه السلام فمن تمسك بها نجا وأصحابه كالأنجم السالكين في سبل الهداية والرجاء. وأولياؤه من أمته دلالا بطرق الأربعة وهم نصراء من النقباء والنجباء والبدلاء وغيرهم من الأولياء الذين كانوا يخرجون الأنام من الظلمات إلى النور، وهم النائبون في أمته كالبدور. ومن أجلهم بالهند بعد 70 و100 بعد 1000 من هجرة النبوة سيدنا أبو الفضل السيد علي بن محمد رضي الله عنهما. ما تحركت الأبدان البشرية. والصلاة والسلام على سيدنا محمد وآله وصحبه وجميع الأولياء رضي الله عن الوالي رضي الله عن المشهور رضي الله عن الوالي رضي الله عن المشهور رضي الله عن الوالي رضي الله عن المشهور. صلاة وتسليم أزكى تحياتي على المصطفى المختار خير البرية. الله على الحمد للنور العظيم بنعمته على كل أحيان المفيض برحمته. الله صلاة وتسليم أزكى تحياتي على المصطفى المختار خير البرية. الله بهران نور العالمين بنوره وأخفاه في الأستار أزلا بقدرته. سأرسله في الأرض حيث ضلالته عموم لكل العالمين بجهلته. الله صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. حافظ الله حقا أبو الفضل
दे साहिब रहमते मोहिरुल्ले देरल्ला के फे कुल्ले लहलते सलातु व तस्लीमुन वाज गाता है على المصطفى المختار الخير البرية الله أمير مولانا الكريم محمد شريف جليل الحال الولاية واديه العزيز الحال قد كان حاله شهيرا بكل المصر حتى بمكة صلاة وتسليم وأزكى تحيتي على المصطفى المختار الخير البرية الله قسم عظيم الجاه بالعلم والتقى ماجد جزيل الفوز فوز الهداية أمان لنا في الأرض حالة خوفنا وكف مانع داست بالبارية صلاة وتسليم وأزكى تحيتي على المصطفى المختار الخير البرية الله صفي سليم القلب تاج لديننا سني سخي في مواطن فقته دواء لنا في الدين حالة مرضنا مبين للدين الحق حال الغيابات الله صلاة وتسليم وأزكى تحيتي على المصطفى المختار للخير البرية الله بشير نذير للقوادم جمة حليم صبور في البلايا العظيمة يجيء الورى من كل فجر زيارة إليه لنشر الطيب حتى البهيمة صلاة وتسليم وأزكى تحيتي على المصطفى المختار للخير البرية الله صلاة وتسليم لعرش توازنا على خير خلق الله شفيع أمته وآل وأصحابه كرام وطبيعه لهم بالهدى مدى ما رب البرية الله صلاة وتسليم وأزكى تحيتي على المصطفى المختار للخير البرية അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ബഹുമാനികളെ, നമ്മൾക്ക് ഒരുപാട് രോഗമുള്ള ആളുകളാണ്, ഒരുപാട് പ്രയാസമുള്ള ആളുകളാണ്,
ഒരുപാട് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ്. ഒരുപാട് ആളുകൾ പവിത്രമാകുന്ന ഈ ഹുബ്ബുൽ ഔലിയ എന്ന ഈ ചാനലിലൂടെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ വീരാനിക്കയോട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, നല്ല ആത്മാർത്ഥമായി ഇൻഷാ അല്ലാഹ് ഖുതുബുസ്സമാന്റെ മൗലിദാണ്, ഖുതുബുസ്സമാന്റെ മജ്ലിസാണ്. നിങ്ങൾക്കറിയുമോ, ഏത് മറഞ്ഞ കാര്യങ്ങളും അറിയാനുള്ള അല്ലാഹ് പവർ കൊടുത്ത മഹാനാണ്. ഉപ്പേയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നവർ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദന, നമ്മുടെ മനസ്സിലുള്ള ടെൻഷനുകൾ, നമ്മെ അകറ്റിക്കൊണ്ടിരിക്കുന്ന, നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വിഷമമാണെങ്കിലോ മനസ്സിൽ വെച്ചു നല്ല നെയ്യത്ത് വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കാം. ഖുതുബുസ്സമാന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കറിയുമോ, ഒരിക്കൽ മമ്പുറത്ത് തങ്ങളുപ്പാപ്പ മമ്പുറത്തെ പള്ളിയിലേക്ക് വന്നു. പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നു. അതുവരെ കാണാത്തൊരു അത്ഭുതമായി കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഞങ്ങൾ ഓടി പള്ളിയിലേക്ക് കയറി വന്നിട്ട് നേരെ മുമ്പുറത്തെ പള്ളിയുടെ മുറ്റത്തുള്ള ഹൗദിന്റെ കരക്കനിരിക്കുക. ഹൗദിന്റെ കരക്കനിരുന്ന് ഹൗദിങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മമ്പുറ തങ്ങൾ പാപ്പ തന്റെ കൈ കൊണ്ട് ആ വെള്ളം ഇങ്ങനെ കോരി പുറത്തേക്ക് ഇങ്ങനെ ഒഴിക്കുക. കയ്യിലിങ്ങനെ കോരി ഇങ്ങനെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴിക്കുക. കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. എന്തു പറ്റി തങ്ങൾക്ക്? ഓടി വന്ന് ഹൗദിന്റെ കരയിലിരുന്നു കൊണ്ട് തന്റെ കയ്യിലുള്ള വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിക്കുക. കുറെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. അപ്പോൾ കൂടെ കണ്ട ആളുകൾ ചോദിച്ചു, തങ്ങളെ എന്താ നിങ്ങളെ വെള്ളം കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഒഴിച്ചു കളിച്ചത്? ഇതെന്തിനു വേണ്ടിയാണ്? ആ സമയത്ത് കൂടെയുള്ള ആളുകളോട് തങ്ങൾ പറയുകയാണ്, അല്ലയോ സുഹൃത്തുക്കളെ, അല്ലയോ കൂട്ടുകാരെ, എന്റെ കുടുംബമുള്ളത് യമനിലാണല്ലോ. നോക്കണേ ഉമ്മമാരെ, കേൾക്കണേ കൂട്ടുകാരാ. മമ്പുറത്ത് തങ്ങൾ ഉപ്പാപ്പ തിരുവരങ്ങാടി മമ്പുറത്തെ പള്ളിയുടെ മുറ്റത്തിരുന്നു കൊണ്ട് ഹൗദിൽ നിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് കൈകൊണ്ട് കോരി ഒഴുകുന്നു. കൂടെയുള്ള ആളുകൾ ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്ന മറുപടി, കൂട്ടുകാരാ, എന്റെ കുടുംബമുള്ളത് യമനിലാണല്ലോ. യമനിലെ തിരിയത്തിൽ നിന്നുകൊണ്ട് വന്നവരാണ് ഈ മമ്പുറത്തേക്ക്. എത്രയോ കാതങ്ങൾ അപ്പുറം, എത്രയോ അകലങ്ങൾ അപ്പുറമുള്ള യമനിലാണല്ലോ എന്റെ കുടുംബമുള്ളത്. എന്റെ കുടുംബത്തിൽപ്പെട്ടൊരു വീടിന് തീ പിടിച്ചിട്ടുണ്ട്. എന്റെ യമനുള്ള കുടുംബത്തിൽപ്പെട്ടൊരു വീട് തീ പിടിച്ചിട്ടുണ്ട്. ആ തീയിനെ ഞാൻ അണച്ചതാണ് ഇവിടെ ഇരുന്നുകൊണ്ട്. എന്തൊരു അത്ഭുതമാമിനിങ്ങള്! യമനിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വീട് ഇവിടെ ഇരുന്നുകൊണ്ട് കാണുകയാണ്. ആ തീയിനെ ഇതാ ഇവിടെ വെച്ചുകൊണ്ട് കിടത്തുകയാണ്. ഇതല്ലയോ മഹാനായ ഖുതുബുസ്സമാൻ, ഇത്രമാത്രം കറാമത്ത് കാണിച്ച മഹാന്. ആ മഹാന്റെ മൗലിദാ നമ്മൾ ഓതുന്നത്. ആ മഹാന്റെ പേരിലാ നമ്മൾ ഒരുമിച്ച് കൂടിയത്. ആ മഹാന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ റബ്ബിനോട് കരങ്ങൾ ഉയർത്തുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ വലിയ ഭാഗ്യമുള്ള ആളുകളാണ്. കാരണം അവിടുത്തെ ആണ്ടിന്റെ മാസത്തില് ഇത്ര വലിയ പോലീശയാക്കപ്പെട്ട മജ്ലിസിൽ ആ മഹാന്റെ മൗലിദ് ദുആ ചെയ്യാൻ അല്ലാഹ് തൗഫീഖ് നൽകാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ? അല്ലാഹ് നമുക്ക് നൽകിയ വലിയൊരു തൗഫീഖല്ലേ? അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റളിയല്ലാഹു അനിൽ വാലി سلام الله
الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله غفور فائق كان شهيرا كافيا فينا فكم من خارق بنا هو النبي ولي الله كنبع الماء في البير وإن يأمر بتيسير لمجنون لفتور هو النبي ولي الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله كثير المال من ذهب صريف كان بالترب فبان الحال بالقرب هو النبي ولي الله فكان الناس باليمن سليم القلب والعين عن الاسقام والسجن هو النبي ولي الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وكم من كافر صار بدين خالص النار لديه الأمر قصارا هو النبي ولي الله وكم من عالم زارا وكم من عاقل طارا وكم من سارق حارا هو النبي ولي الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله سراج الدين قماء لكفار فقطاع بسيف الدين دفاع هو النبي ولي الله عظيم الجاه والفصل كريم القول والفعل شريف الأصل والفصل هو النبي ولي الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله أبا مدهورنا صلى وسلم ربنا جل على من سار محتلا هو النبي ولي الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وكل الآل ذي الفعل وصحب صاحب الفعل وغوث والد الفضل هو النبي ولي الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وكل القطب والبدلاء وأوتادهم الفضلاء وقطب الأولياء البدلاء هو النبي ولي الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله
وصل على جميع الأنبياء المرسلين والحمد لله رب العالمين. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ നീ ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്. റബ്ബേ ഖുതുബുസ്സമാന്റെ മജ്ലിസാണ്. മഹാനാകുന്ന മമ്പുറത്ത് തങ്ങൾ പാപ്പാന്റെ പേരിലാണ് ഒരുമിച്ച് കൂടിയത്. റബ്ബേ ആ മഹാന പോരിശു കൊണ്ട് റബ്ബേ ഒരുപാട് മുഅ്മിനീങ്ങള്, ഒരുപാട് മുഅ്മിനാത്തുകള് റബ്ബേ മജ്ലിസിൽ പങ്കെടുക്കുന്നു, ദുആക്ക് ആമീൻ പറയുന്നു. റബ്ബേ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നു, സഹായിക്കുന്നു. റബ്ബേ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവരുടെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. കടങ്ങളുണ്ട് റബ്ബേ നീ വീട്ടിൽ തരണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട് റബ്ബേ വീട് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട് റബ്ബേ മക്കളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ റബ്ബേ ജോലി നൽകണേ അല്ലാഹ്. വിവാഹ പ്രായമെത്തി നിൽക്കുന്നവരുണ്ട്, അനുയോജ്യമായ ഇടങ്ങൾ നൽകണേ അല്ലാഹ്. ഗർഭിണികളുണ്ട് റബ്ബേ സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളുടെ രോഗം പറഞ്ഞുകൊണ്ട്, ഭർത്താവിന്റെ രോഗം പറഞ്ഞുകൊണ്ട്, ഭാര്യയുടെ രോഗം പറഞ്ഞുകൊണ്ട്, മാതാപിതാക്കളുടെ രോഗം പറഞ്ഞുകൊണ്ട്, കൂട്ടുകാരുടെ രോഗം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ നീ ശിഫ നൽകി അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. വളരെ മനോഹരമായ, വളരെ പവിത്രമായ ഒരു ദിവസം. ഒരിക്കലും അമ്പറം തങ്ങളുപ്പാപ്പാന്റെ മുന്നിലേക്ക് ഒരു സഹാദ് മനുഷ്യൻ ഓടി വരിക. ഒരു പ്രായം ചെന്ന ഉപ്പ, ഒരു പ്രായം ചെന്ന ഒരു ഉപ്പ ഓടി വന്നുകൊണ്ട് മമ്പുറത്ത് തങ്ങളുപ്പാപ്പാട് ഒരു പരാതി പറയാം. തങ്ങളെ, എന്റെ വീട്ടിൽ ഇന്നലെ കള്ളം കയറി, എല്ലാ സാധനവും കൊണ്ടുപോയി. എന്റെ വീട്ടില് നിത്യമായി ഞാൻ ഉപയോഗിച്ചിരുന്ന, എനിക്ക് എന്റെ മഹേശത്തിന് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു മൃഗമുണ്ടാകാൻ അതുപോലും കൊണ്ടുപോയി. വീട്ടിൽ ഒരുപാട് സാധനങ്ങള്, കാശും പണ്ടും പണവും അതുപോലെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയി. തങ്ങളെ, ഇനി എനിക്കൊന്നും ജീവിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല, വലിയ വിഷമത്തിലാണ്. മഹാനാവ് തങ്ങൾ ബാബ ആ വന്ന പ്രായം ചെന്ന ഉപ്പയെ സമാധാനിപ്പിച്ചു. അദ്ദേഹത്തിന് തലോടി കൊണ്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ താമസിച്ച് നാളെ പോവാ, ഭക്ഷണമൊക്കെ കഴിക്കുക. തന്റെ വീട്ടിൽ കളവ് പോയ സാധനം ആ ഒരു വിഷമം പറയാൻ ചെന്നതാണ്. തങ്ങൾ പറഞ്ഞത് ഇന്ന് ഇവിടെ ഭക്ഷണം കഴിച്ച് താമസിക്കേണ്ടതാണ്. തങ്ങളും കൂടെ ഭക്ഷണം കഴിച്ചു. രാത്രിയായി സംസ്കാരം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി. നേരം വെളുത്തു. രണ്ടാമത്തെ ദിവസം ഈ വന്നാൾ തന്നെ വീണ്ടും തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എന്റെ സാധനങ്ങളെല്ലാം കള്ളം കൊണ്ടുപോയി, എനിക്കൊന്നുമില്ല എന്റെ വീട്ടില്, ഞാൻ വലിയ പ്രയാസത്തിലാണ്. തങ്ങൾ പറഞ്ഞു, ഇന്നും കൂടി താമസിച്ച് നാളെ പോകണ്ട. രണ്ടാമത്തെ ദിവസം തങ്ങളോടൊപ്പം താമസിച്ചു. ഈ 2 ദിവസങ്ങളെ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ ഈ വന്ന ആള് വീണ്ടും തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എന്റെ വീട്ടിലെ കള്ളം കയറി സാധനങ്ങൾ കൊണ്ടുപോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, എന്താ ഒരു പ്രതിവിധി ഉള്ളത്? തങ്ങൾ തലോടി കൊണ്ട് പറഞ്ഞു, ഇന്നും കൂടെ താമസിക്കാം, നാളെ നിനക്ക് പോകാം. 2 ദിവസം കഴിഞ്ഞപ്പോ മൂന്നാമത്തെ ദിവസം അപ്പൊ ആ മനുഷ്യൻ വിചാരിച്ചു, ഏതായാലും 3 ദിവസമല്ലേ, അത് കഴിഞ്ഞ് പോവാം. അങ്ങനെ മൂന്നാമത്തെ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് തങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ പോവാൻ വേണ്ടി, അതല്ലെങ്കിൽ പരാതി പറയാൻ വേണ്ടി ഈ മനുഷ്യൻ കടന്നു ചൊല്ലുന്ന സമയത്ത് മറ്റൊരു പുരുഷനതാ ഓടി വന്നുകൊണ്ട് തങ്ങളോട് പറയുന്നു, തങ്ങളെ എന്റെ വയറ്റിൽ വലിയ വേദനയുണ്ട്, മാറുന്നില്ല തങ്ങളെ, ഒരുപാട് ദിവസമായി തുടങ്ങിയിട്ട് വല്ലാത്ത വേദനയാണ്, 3 ദിവസമായി തങ്ങളെ വേദന തുടങ്ങിയിട്ട് വല്ലാത്ത വേദനയാണ്, മാറുന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരുമോ? തങ്ങൾ എന്താ ചെയ്തതറിയോ? ആ വേദനയായി വന്ന ആളോട് പറഞ്ഞു, ഈ ആളെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ടാ, എന്റെ രോഗം മാറാൻ, എന്റെ വേദന എന്ത് ചെയ്യും? നേരത്തെ 3 ദിവസം മുമ്പ് എന്റെ വീട്ടിലെ കള്ളം കയറി സാധനങ്ങൾക്ക് പോയി എന്ന് പരാതി പറയാൻ വന്ന ആളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നീ ഭക്ഷണം കൊടുത്തു, എന്റെ രോഗം ചെയ്യും. ഈ മനുഷ്യനെ കയ്യും പിടിച്ചുകൊണ്ട് നേരെ അദ്ദേഹം വീട്ടിലേക്ക് പോവാം. അൽഹംദുലില്ലാഹ്. അങ്ങനെ വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ ഈ മനുഷ്യൻ കാണുന്നപ്പേ എന്റെ വീട്ടിൽ നിന്ന് കളവ് പോയ മൃഗമാണ് നിൽക്കുന്നത്. അദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇത് എന്റെ വീട്ടിലെ മൃഗമാണല്ലോ, എന്റെ വീട്ടിൽ നിന്ന് നജു തീർത്തു.
ആ മനുഷ്യന്റെ ഒരു കുറഞ്ഞ വേദന മാറി കിട്ടി. കുറച്ചു വേദന മാറി. വീടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതാ കാണും തന്റെ വീട്ടിലെ സാധനം. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തെ, ഇതെന്റെ വീട്ടിലെ സാധനമാണല്ലോ. അതെ, എന്താ നീ അതെടുത്തോ? അപ്പോ കുറച്ചും കൂടി വേദന മാറി. അങ്ങനെ ആ വീട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിന് കളവ് പോയ സാധനങ്ങള് ഓരോന്ന് കാണുമ്പോൾ അദ്ദേഹം അത് കൊടുക്കുന്നു, അത് എടുക്കുന്നു. അങ്ങനെ കൊടുത്തു അവസാനം ഈ സഹോദരൻ പറഞ്ഞു, സുഹൃത്ത്, എന്റെ വീട്ടിൽ നിന്ന് കളവ് പോയ സാധനം മുഴുവനും കിട്ടി, ഇനിയൊന്നും കളവ് പോയിട്ടില്ല. അതങ്ങ് പറയലോടുകൂടെ ഈ വേദനയായി വന്ന മനുഷ്യന്റെ വേദനയും മാറുകയാണ്. ഇതാണ് കുത്തുബുസന്മാർ. നമ്മളൊക്കെ ആ കുത്തുബുസന്മാരെ അതൊക്കെ പോവാറുണ്ട്. ചിലപ്പോ നമുക്ക് തോന്നും നമ്മളിപ്പോ പോയിട്ട് ഇപ്പൊ എന്താ കാര്യം. പ്രിയമുള്ളവരെ, നമ്മളിപ്പോ ഇവിടെ ഇരുന്നു കൊണ്ട് കുത്തുബുസമാന്റെ മദ്ഹ് പറയാ, അവിടുത്തെ മൗലിദൂദ, അവിടുത്തെ കറാമത്ത് നമ്മൾ പറയാ. ഈ നിമിഷം കുത്തുബുസമാ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ മുറാദ് മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിലെ വേദന അറിയുന്നുണ്ട്. ഇതിലിരിക്കുന്ന ആളുകളെ പലരും പല ഉദ്ദേശത്തിലിരിക്കുന്നവരാണ്. രോഗം മാറാനിരിക്കുന്നവരുണ്ട്, മുറാദ് ഹാസിലാകാനിരിക്കുന്നവരുണ്ട്, റബ്ബേ കടങ്ങളൊക്കെ ഒന്ന് വീടി കിട്ടണേ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്, പെൺമക്കളുടെ കല്യാണം ശരിയാൻ വേണ്ടിയിരിക്കുന്നവരുണ്ട്, മക്കളുടെ രോഗം മാറാനിരിക്കുന്നവരുണ്ട്, മക്കൾക്ക് മക്കളില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ഒന്നും വെറുതെയല്ല, ഒന്നും വെറുതെ ആവുകയില്ല. അതാണ് പുതുബുസമാറി, അതാണ് മമ്പുറന്തങ്ങൾ പാപ്പ. അതേ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദന അള്ളാഹ് അറിയാൻ പവർ കൊടുത്ത മഹാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ മജ്‌ലിസിൽ പങ്കെടുത്തിരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ എല്ലാ മുറാദും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ബൈത്തും കൂടി ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാം. റളിയല്ലാഹു അനിൽ വാലി റളിയല്ലാഹു അനിൽ മശ്ഹൂരി റളിയല്ലാഹു അനിൽ വാലി റളിയല്ലാഹു അനിൽ മശ്ഹൂരി റളിയല്ലാഹു അനിൽ വാലി റളിയല്ലാഹു അനിൽ മശ്ഹൂരി. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. സഅദക യാ ദൽ ഖുറാബി ഇലാഹി യാസിൽ ആനാബി മിന്നി ആലൈക സലാമി സയ്യിദിയാ നൈലൽ മറാബി സല്ലല്ലാഹുൽ ജലീലു അലാ ജാദികൽ ജമീലു മുഹമ്മദിൽ കഫീലു സയ്യിദിയാ നൈലൽ മറാബി. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. يا ناصرا للعباد في مستدرك العناد يا معطيا للمراد سيدي يا نيل المرام يا ملجأ للبرهام
رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم مرحبا يا نور عيني مرحبا 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 جد الحسين يا رسول مرحبا يا من دعاه سفينة مرحبا مرحبا الله نجوا من خرق أمينة يا رسول مرحبا مرحبا يا نور عيني مرحبا مرحبا الله مرحبا جد الحسين يا رسول مرحبا بهرنا ميقا مبينا مرحبا مرحبا سيدي يا نيل المرام يا رسول مرحبا الله مرحبا يا نور عيني مرحبا مرحبا الله مرحبا جد الحسين يا رسول مرحبا أنت الذي قال رغدا مرحبا مرحبا بضرب جبل شديدة يا رسول مرحبا مرحبا. بسرق بعيدة مرحبا مرحبا سيدي يا نيل المرام يا محمد مرحبا مرحبا يا نور عيني مرحبا مرحبا الله مرحبا جد الحسين يا رسول مرحبا فاسق جبل مبينة مرحبا 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 بالضرب حال رزينة يا رسول مرحبا لا شك في معروفينا مرحبا 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 سيدي يا نيل المرام يا رسول مرحبا مرحبا يا نور عيني مرحبا 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 جد الحسين يا رسول مرحبا زرت روضك الكريمة مرحبا 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 أشكو إليك سقيمة يا رسول مرحبا قد كان قبل الوسيمة مرحبا 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 سيدي يا نيل المرام يا رسول مرحبا الله مرحبا يا نور عيني مرحبا 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 جد الحسين يا رسول مرحبا أثبت بعد السلمة من كل دائما مليمة قد فزت فوزا عظيما سيدي يا نيل المرام مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي قد فزت فوز الدارين جدك جد الحسين وهو سيد الكونين سيدي يا نيل المرام يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم നമ്മൾ മഹത്തരമാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള തവസ്സുൽ ബൈത്തും ഉംറത്തും ബാബാന്റെ മുനാജാത്തും ഇൻഷാ അല്ലാഹ് ഒരുമിച്ച്
അല്പബൈത്ത് കൂടി ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് മജ്ലിസ് സമാപിക്കും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ. ആമീൻ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടെ ഉഷാറായി നല്ല റാഹത്തോടെ നല്ല നിയ്യത്തോടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇൻഷാ അല്ലാഹ് ഇതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ഒരേ ഒരൊറ്റ ചിന്ത അള്ളാഹിന്റെ ഹബീബും അള്ളാഹിന്റെ റസൂലും അതോടൊപ്പം തന്നെ മഹാനാവുന്ന മന്ത്രങ്ങളും പാപ്പയും ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ മനസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി ചൊല്ലാം. الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله أشكو شيخا سقى من يا رسول الله من سد أذن ما لا من يا حبيب الله لمن يا رسول الله سيدي يا نيل المرام يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله كل يا سيدي عيني يا رسول الله في كل حال قادر يا حبيب الله من كل مهر قادر يا رسول الله سيدي يا نيل المرام يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إني عبيد ذليل يا رسول الله طالب الشفاعة يا حبيب الله راجل جود فاتل يا رسول الله سيدي يا نيل المرام يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله صلاة الله المجيد يا رسول الله على جدك الحميد يا حبيب الله محمد رشيد يا رسول الله سيدي يا نيل المرام يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله السلام تمام يا رسول الله والآل حزب الهمام يا حبيب الله والصحب أهل الهمام يا رسول الله سيدي يا نيل المرام يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله عفو النار ذاكرين مدحكم والحاضرين صلى الله على محمد صلى الله عليه
عليه وسلم സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകമായി ദുആ ചെയ്യാനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. ഹുബ്ബുൽ ഔലിയ എന്ന ഈ ചാനലിന് വേണ്ടി നമുക്ക് മൗലൂദ് ചൊല്ലിത്തന്നത് മുഹമ്മദ് സഅദി നയ്യൂർ അവர்களാണ്. അള്ളാഹു പരിപൂർണമായ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു ഏറ്റി നൽകുമാറാകട്ടെ. ആ മഹാന്റെ ഇൽമിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ശബ്ദം അള്ളാഹു അവന് മരണം വരേക്കും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു യാതൊരു വിഷമവുമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ദീനിന്റെ സേവകരാകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മമ്പുറത്തെ തങ്ങൾ പാപ്പാടെ കാവൽ നൽകട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഏറ്റെടുക്കട്ടെ. ഈ സദസ്സ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തത്തിലാകട്ടെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. എല്ലാവർക്കും ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്തുണ്ട്. പല പ്രയാസങ്ങളുള്ളവരും മമ്പുറത്ത് തങ്ങൾ പാപ്പാടെ തപസ്സലാക്കി ദ്വാരക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഇതിനെ പ്രചരിപ്പിക്കണം, ഇതെല്ലാവരിലേക്കും എത്തിക്കണം എന്ന വസിയത്തോട് ഉസ്താദിനെ കൈമാറുന്നു. അസ്സലാമു അലൈക്കും. آمين. آمين. الحمد لله رب العالمين. آمين. حمدا كثيرا طيبا مباركا فيه على كل حال. آمين. اللهم صل على سيدنا محمد النبي الحبيب المحبوب. آمين. شافعا للأليم مفرج الكروب وعلى آله وصحبه وسلم. آمين. اللهم إنا نسألك بحرمة نبيك المختار. آمين. بحرمة جميع عليه وأصحابه الأخيار. وبحرمة أوليائك الأسرار. وبحرمة جميع علمائك وصلحائك الأبرار. أن تجعلنا في كنفك وفي صرادقات ونغايتك. وتكف عنا شر كل خلقك بحفظك وبحمايتك. آمين. اللهم إنا نحن عبيدك الضعفاء وبجبال الأكبال أسراء. حضرنا وقرأنا مولد وليك المسمى بالسيد علوي رحمة الله عليه وبجاه لديك وبقربه إليه. ووفقنا في الأقوال والأعمال للاقتداء بالأولياء وامتثال المأمورات. وجدنا بالمحظورات ولا تجعلنا ممن نهواه هواه. واضح عنا كل ذنب جنيناه. وحققنا لنا ما منك رجونا. اللهم احفظ ظواهرنا عن الأثرات واحرز بواطننا عن الغفلات واطرح في معايشنا البركات. واحرسنا في الحضر والسفر من حلول البليات. وادفع عنا الآفات والآهات بحرمتك وببركتك يا كافي المهمات ويا قاضي الحاجات. أرحم الراحمين يا الله. الملك الملوك يا الله. راجا راجنا يا الله. يغنا يا الله. ഞങ്ങളെ പഠിച്ചു പരിപാലിച്ച യജമാനായ അല്ലാഹ്. ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന അല്ലാഹ്. ഞങ്ങൾക്ക് വെള്ളം നൽകുന്ന അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുന്ന ഞങ്ങളുടെ റബ്ബായ
കൊണ്ട് കൽബകം കറുത്തുപോയി അല്ലാഹ്. നിന്റെ നൂറ് കൊണ്ട്, നിന്റെ മഹാന്മാരോടുള്ള മഹബത്ത് കൊണ്ട്, നിന്റെ ഹബീബിനോടുള്ള ഇഷ്ക കൊണ്ട് റബ്ബേ ഞങ്ങളുടെ കൽബകം നീ പ്രകാശിപ്പിക്കുക അല്ലാഹ്. ഈമാനിന്റെ പ്രകാശം കൊണ്ട് നീ ഞങ്ങളുടെ കൽബ് നന്നാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു പോയ കുറ്റകുറ്റങ്ങൾ നീ അഫ്വ് ചെയ്തു തരണേ അല്ലാഹ്. സയ്യാത്തുകളെല്ലാം ഹസനാത്തുകളായി നീ മറിക്കണേ അല്ലാഹ്. റബ്ബേ, ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് മഹാനരാകുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മൗലിദ് ഓതി മദ്ഹ് ഓതിക്കൊണ്ടാ ഞങ്ങൾ തുടങ്ങിയത്. മുത്തുനബിയുടെ തിരുനോട്ടമേ മജ്ലിസിലേക്ക് നീ നൽകുക അല്ലാഹ്. റബ്ബേ, ഹബീബ് സന്തോഷിക്കുന്ന മജ്ലിസാക്കുക അല്ലാഹ്. അവിടുന്ന് വല്ലാതെ ഇഷ്ടപ്പെടുന്ന മജ്ലിസാക്കുക അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ സ്വീകരിക്കുക അല്ലാഹ്. മഹാനരാകുന്ന മമ്പുറത്ത് മറപ്പെട്ട് കിടക്കുന്ന ഖുതുബ് സമാന്റെ പേരിലാ ഞങ്ങൾ മൗലിദ് ഓതിയത്. അവിടുത്തെ പേരിലാ മൗലിദ് സദസ്സ് സംഘടിപ്പിച്ചത്. ആ മഹാന്റെ ഹദറത്തിലേക്ക് റബ്ബേ നീ കാണിച്ചു കൊടുക്കുക അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടമേ മജ്ലിസിലേക്ക് നൽകുക അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ സ്വീകരിക്കുക അല്ലാഹ്. റബ്ബേ, ഈ മജ്ലിസിനോടൊപ്പം ഇരുന്നു കൊണ്ട് കൂടെ ചൊല്ലുന്ന ഒരുപാട് ഉപ്പമാര് സഹോദര സഹോദരിമാര് ഈ ഹുബ്ബുൽ ഔലിയാ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത് വീക്ഷിക്കുന്നവരാണ്. റബ്ബേ, ഇതിൽ കൂടെ ചെല്ലുന്നവരാണ്. എല്ലാവരെയും നീ സ്വീകരിക്കുക അല്ലാഹ്. എല്ലാവർക്കും ഒരുപാട് മുറാദുണ്ട് റബ്ബേ, നീ സ്വീകരിക്കുക അല്ലാഹ്. ഹാസിലാക്കി കൊടുക്കുക അല്ലാഹ്. നിറവേറ്റി കൊടുക്കുക അല്ലാഹ്. റബ്ബേ, ജോലിയില്ലാത്തവരുണ്ട്, നീ ഖൈറായ ജോലി കൊടുക്കുക അല്ലാഹ്. ഉള്ള ജോലിയിൽ നീ വലിയ ബറക്കത്ത് കൊടുക്കുക അല്ലാഹ്. വിദേശത്തും സ്വദേശത്തുമുള്ള ആളുകളുണ്ട്, നീ വലിയ ഖൈർ കൊടുക്കുക അല്ലാഹ്. ജോലിയിൽ വിഷമമുള്ളവരുണ്ട്, നീ തീർത്തു കൊടുക്കുക അല്ലാഹ്. റബ്ബേ, വീടില്ലാതെ കഷ്ടപ്പെടുന്നവര്, റബ്ബേ ഒരു വീട് വെക്കാൻ കഴിവില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് റബ്ബേ. വീട് പണി തുടങ്ങി വെച്ച് പാതി വഴിയിൽ നിർത്തിപ്പോയവരുണ്ട്. വീടിന്റെ പണി കഴിഞ്ഞിട്ടും കടം വീടാതെ വിഷമിക്കുന്നവരുണ്ട്. റബ്ബേ, ഒരു വീട് വെക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. റബ്ബേ, എല്ലാം നിന്റെ അടിമകളാണല്ലോ, എല്ലാം നീ കാണുന്നുണ്ടല്ലോ. എല്ലാവർക്കും നീ ഖൈറായ ഭവനം കൊടുക്കണേ റബ്ബേ. ഞങ്ങളും അവരും വസിക്കുന്ന വീടുകള് നീ ബറക്കത്തിന്റെ വീടാക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ വീടാക്കണേ അല്ലാഹ്. റബ്ബേ, നിന്റെ മഹാന്മാര് കയറിറങ്ങുന്ന വീടാക്കണേ അല്ലാഹ്. നിന്റെ മഹത്വങ്ങളുടെ പൊരുത്തമുള്ള വീടാക്കണേ അല്ലാഹ്. അവിടെ കാവലുള്ള വീടാക്കണേ അല്ലാഹ്. റബ്ബേ, വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്, ഒരുപാട് ഉമ്മമാര് മക്കളെ ഓർത്തുകൊണ്ട് കഷ്ടത്തിലാണ് അല്ലാഹ്. വിവാഹപ്രായം എത്തിയിട്ടുണ്ട്, മകൾക്ക് വിവാഹം ശരിയായിട്ടില്ല, അനുയോജ്യമായ കാര്യം വന്നിട്ടില്ല, സാമ്പത്തികം ഒരു പ്രശ്നമാണ്, സൗന്ദര്യം ഒരു പ്രശ്നമാണ്, സൗകര്യം ഒരു പ്രശ്നമാണ്. അതൊക്കെ ഓർത്തുകൊണ്ട് നീറുന്ന മനസ്സുള്ള ഉമ്മമാര് ഈ മജ്ലിസിലുണ്ട് റബ്ബേ. അവർക്കൊക്കെയും നീ ഖൈറായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നല്ല ഇണകളെ നൽകണേ അല്ലാഹ്. നല്ല ബന്ധം പഠിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ, നല്ല മക്കളെ നീ നൽകണേ അല്ലാഹ്. റബ്ബേ, വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാത്തവര് ഖൈറായ സ്വാലിഹായ മക്കളെ നൽകുക അല്ലാഹ്. ആൺമക്കളില്ലാത്തവരുണ്ട് റബ്ബേ, ആൺമക്കളെ കൊടുക്കണേ അല്ലാഹ്. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണേ അല്ലാഹ്. ഉള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഇവിടെ മക്കളുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പാപ്പയെയും ഉമ്മയെയും മുത്തവരെയും ബഹുമാനിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഉസ്താദുമാർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. ദീനിന് ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാഹ്. റബ്ബേ, നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങളുടെ കൺകുളിർമയേകണേ അല്ലാഹ്. മക്കൾക്ക് രോഗം പറഞ്ഞവരുണ്ട്, സംസാരം ക്ലിയറില്ലാത്ത മക്കളുണ്ട്, സംസാരത്തിൽ വെക്കലുള്ള മക്കളുണ്ട്, തീരെ സംസാരിക്കാത്ത മക്കളുണ്ട്. റബ്ബേ, നീ ശിഫ കൊടുക്കുക അല്ലാഹ്. നീ ശമനം കൊണ്ട് അല്ലാഹ്. നീ ശിഫ നൽകുക അല്ലാഹ്. അല്ലാഹുവേ, ഗർഭിണികളുണ്ട് റബ്ബേ, സുഖപ്രസവം കൊടുക്കുക അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ
ഈ മജ്‌ലിസിലുണ്ട് റബ്ബേ, ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. കടക്കണിയിൽ നീ പെടുത്തല്ല അല്ലാഹ്, കടക്കാരാക്കി മൗത്താക്കല്ല അല്ലാഹ്, കടങ്ങൾ വീട്ടാനുള്ള ഖൈറായ വഴി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അതുപോലെ തന്നെ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവര് റബ്ബേ, ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, എയ്ഡ്സ് പോലെ, അറ്റാക്ക് പോലെ റബ്ബേ, ശരീരത്തിലെ ലിവറിന് പ്രോബ്ലം പോലെ, കിഡ്നിക്ക് പ്രോബ്ലം പോലെ, ശരീരത്തിന് കുഴകളുള്ളവര്, വേദനകളുള്ളവര്, കടച്ചിലുള്ളവര്, നെഞ്ചുവേദന, തലവേദന, ഉരവേദന, തണ്ടിലെ വേദന തുടങ്ങി ഒരുപാട് വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര് റബ്ബേ, കണ്ണുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവര്, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോകുന്ന ആളുകള് റബ്ബേ, ശരീരത്തിൽ തന്നെ മുഴവന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, പല രോഗങ്ങളാണ് റബ്ബേ, കാണാനും കേൾക്കാനും കഴിയാത്ത രോഗങ്ങളാണ് റബ്ബേ. അത്തരത്തിൽ രോഗങ്ങളുള്ളവർക്ക് നീയല്ലാതെ ശിവയില്ല അല്ലാഹ്. തങ്ങളും പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് അവർക്ക് നീ ശിവ കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്കോ ഞങ്ങളുടെ ഉപ്പമാരെ ഭാര്യമക്കളെ കൊണ്ട് കുടുംബാദികളെ അയൽവാസികളെ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരാമേൻ പറയുന്നവരെ, ഈ മജ്‌ലിസ് നടത്തുന്ന ഈ വീട്ടുകാരെ, ഇതിനു വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നവരെ, ഇതിനു വേണ്ടി സംഘടിക്കുന്നവരെ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ, ഇതിനു വേണ്ടി പ്രയാസപ്പെടുന്നവരെ, അവർക്കോ ഞങ്ങൾക്കോ ഈ പറയപ്പെട്ടവർക്കോ റബ്ബേ, മാരകമായ രോഗം നൽകല്ല അല്ലാഹ്, ക്യാൻസർ നൽകല്ല അല്ലാഹ്, കിഡ്നി പ്രോബ്ലം നൽകല്ല അല്ലാഹ്, അവയവങ്ങൾക്ക് പ്രശ്നം നൽകല്ല അല്ലാഹ്, ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാഹ്, അപകട മരണങ്ങൾ നൽകല്ല അല്ലാഹ്, പെട്ടെന്നുള്ള മരണങ്ങൾ നൽകല്ല അല്ലാഹ്, റബ്ബേ, അപകടത്തിൽ പെടുത്തി നീ ഞങ്ങൾക്ക് എടുത്തല്ല അല്ലാഹ്, റബ്ബേ, ബോധമില്ലാത്തൊരവസ്ഥ നീ വരുത്തല്ല അല്ലാഹ്, റബ്ബേ, കീറി മുറിക്കേണ്ട രോഗം നൽകല്ല അല്ലാഹ്, അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ട രോഗം നൽകല്ല അല്ലാഹ്, അല്ലാഹുവേ, നീ കാക്കണേ അല്ലാഹ്, നീ കാവൽ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നിലനിർത്തുക അല്ലാഹ്, ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്, ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, ഈമാൻ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, സംഗീതന്മാര്, ഖുറാദങ്ങളും പാപടക്കം മൺമറഞ്ഞു പോയവര് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കുക അല്ലാഹ്. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉറ്റവര്, മാതാപിതാക്കൾ, ഉസ്താദന്മാര്, ബന്ധുമിത്രാദികൾ പലരും ഇപ്പൊ കബറിലാണ് റബ്ബേ. അറിയില്ലല്ലോ ഞങ്ങൾക്ക് ആ കബറിന്റെ അവസ്ഥ. എന്തെങ്കിലും അതാപുണ്ടോ, പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്, കബറ് സന്തോഷമാക്കണേ അല്ലാഹ്, കബറ് വെളിച്ചമാക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരും കബറിലേക്ക് വരേണ്ടവരാണ്. ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ അല്ലാഹ്, കബറ് നീ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബേ, മരിക്കുന്ന സമയത്ത് റബ്ബേ, സമാന ബർക്കത്ത് കൊണ്ട് കലിമ ചൊല്ലാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. സ്വർഗ്ഗം കണ്ട് ഭരിക്കാൻ ആഗ്രഹമുണ്ട്, അത് നിറവേറ്റി തരണേ അല്ലാഹ്. റബ്ബേ, നന്മതിന്മകൾ നല്ലത് ഞങ്ങളുടെ മുൻകൈയിൽ നൽകണേ അല്ലാഹ്, വലത് കൈയിൽ നൽകണേ അല്ലാഹ്. വേഗത്തിൽ സുറാത്ത് എന്ന പാലം വിട്ട് കിടത്തണേ അല്ലാഹ്, സ്വർഗീയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കരങ്ങൾ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കുക അല്ലാഹ്. ഈ സന്തോഷത്തോടെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുക അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.